ഒക്കെ കുറവുള്ളൂ. അൻവർ ഖാനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു നാട്ടിലുണ്ട്. അപ്പോൾ എല്ലാവരും പ്രവർത്തകരായിട്ട് തന്നെ ഞങ്ങളുടെ കൂടെയുണ്ട്. എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡിലും കയറി ഇറങ്ങാനുള്ള ആൾക്കാർ ഞങ്ങളുടെ കൂടെയുണ്ട്. നിശബ്ദ പ്രചാരണ ദിവസം LDF UDF പ്രവർത്തകർ വീടുകൾ കയറി ഇറങ്ങിയും മറ്റും വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ്. PV അൻവറിന് വേണ്ടി ഇന്നലേക്ക് വീടുകൾ കയറിയും മറ്റും പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവസാന വട്ടം വോട്ടുറപ്പിക്കാനുള്ള തിരക്കാണ്. അവരുടെ പ്രവർത്തകരും നേതാക്കളുമാണ് ആ നിലയ്ക്ക് പ്രചാരണം നടത്തുന്നത്. എങ്ങനെയാണ് മൊത്തത്തിൽ നിങ്ങൾ എല്ലാ സ്ഥലത്തും കവർ ചെയ്യുന്നുണ്ടോ? പിന്നെ എല്ലാ സ്ഥലങ്ങളിലും കവർ ചെയ്ത് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ശരിക്കും അതിശയം വരുന്നൊരു പ്രതികരണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മറ്റ് മുന്നണികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ആൾ കുറവുണ്ടല്ലോ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ. അത് ബാധിക്കുക ശരിക്കും എല്ലാ പഞ്ചായത്തിലും എല്ലായിടത്തും എത്താൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾക്കൊരു എല്ലാ പഞ്ചായത്തിലും MLA MP ഒക്കെ കുറവുള്ളൂ. അൻവർ ഖാനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു നാട്ടിലുണ്ട്. അപ്പോൾ എല്ലാവരും പ്രവർത്തകരായിട്ട് തന്നെ ഞങ്ങളുടെ കൂടെയുണ്ട്. എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡിലും കയറി ഇറങ്ങാനുള്ള ആൾക്കാർ ഞങ്ങളുടെ കൂടെയുണ്ട്. ജനങ്ങൾക്കിടയിൽ നല്ല അഭിപ്രായങ്ങളാണ്. എന്തായാലും ഞങ്ങൾ ജയിക്കും. ഇത് മൊത്തത്തിൽ നിങ്ങൾ കറങ്ങുമ്പോൾ ആൾക്കാരുടെ കിട്ടുന്ന റെസ്പോൺസ് എങ്ങനെയാണ്? ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 139 MLA-മാരെ കൊണ്ടൊന്നും പിടിച്ചു നിർത്താൻ നിലമ്പൂരിനെ കൊണ്ട് കഴിയില്ല. ഇവിടെ ഒരു യാഥാർത്ഥ്യമുണ്ട്, ഇവിടെ ഒരു ഫാക്റ്റ് ഉണ്ട്. അത് അൻവർ 23-ാം തീയതി പെട്ടി പൊട്ടുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ അൻവർക്ക് പറയുന്ന ഈ 75,000 വോട്ട് കണക്കൊക്കെ നിങ്ങൾക്ക് 75,000 അൻവർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കാണാതെ പറയില്ല. നിങ്ങൾക്ക് ആ പ്രതീക്ഷ ഉണ്ടോ? അതിൽ കൂടുതലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിൽ കൂടുതലാണ്. ഇവിടെ ജനങ്ങളാണ് വലുത് എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. അത് നാളെ പോളിംഗ് ബൂത്തിൽ ഏകദേശം ഒരു 78% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 75,000 എബോ വോട്ട് PV അൻവർ ഈ മണ്ഡലത്തിൽ പിടിക്കും. ഇപ്പം ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. മുക്കട്ട റെയിൽവേ സ്റ്റേഷനിൽ വന്ന ആയിരക്കണക്കിന് പ്രവർത്തകരെയാണ് പുറത്തുനിന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ വീഡിയോസും ഇത് ഞങ്ങൾ ഏത് പ്രവർത്തകരാ? LDF-ന്റെയും UDF-ന്റെയും പ്രവർത്തകർ അതർ ഡിസ്ട്രിക്ട് എന്ന് മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ മുഴുവൻ ഉണ്ടായിരുന്നതില്ല. ഈ നിലമ്പൂരിലെ ഒരു 300-400 പ്രവർത്തകരല്ലാതെ അതിൻ്റെ മേലെ ഒന്നുമില്ല. അൻവറിനെ സ്നേഹിച്ചിട്ട് ഈ കൊട്ടിക്കലാശം ഒഴിവാക്കിയത് ക്ഷീണമായോ? ശരിക്കും ഒരു ക്ഷീണവുമില്ല. ഞങ്ങൾക്ക് ആവേശം കൂടെ ചെയ്തിട്ടുള്ളത് ഇവർ കൊട്ടിക്കലാശം നടത്തുന്ന സമയത്ത് ഞങ്ങൾ സാധാരണക്കാരുടെ ഇടയിൽ വോട്ടഭ്യർത്ഥിക്കുക ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഇങ്ങനെ നടന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഓരോ വീട്ടിലും അൻവർക്കാർക്ക് ഓരോ പ്രവർത്തകരുണ്ട്. ഇപ്പം നിങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരായ ഏറ്റവും 5 വയസ്സുള്ള കുട്ടികളോട് നിങ്ങൾ ചോദിച്ചോളൂ ഏതാ അൻവർ ഖാൻ്റെ ചിഹ്നം എന്ന് ചോദിച്ചോളൂ, അവർ പറയും കത്രികയാണ്. അൻവർ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. എങ്ങനെ അൻവർ നേരത്തെ പറഞ്ഞിരുന്ന അൻവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അൻവറിൻ്റെ പ്രവർത്തകർക്കും പറയാനുള്ളത്. ഈ വീടുകൾ കയറുമ്പോൾ എന്താ റെസ്പോൺസ്? നല്ല റെസ്പോൺസാണ്. കാരണം നമ്മൾ അങ്ങോട്ട് പറയാതെ തന്നെ അവർ നമ്മളോട് ഇങ്ങോട്ട് പറയുന്നുണ്ട്. കാരണം ജനങ്ങളിടയിൽ അൻവറിനുള്ള സ്ഥാനം ചെറുതല്ലാതെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് 23-ാം തീയതിയോട് കൂടിയാണ് ബാക്കിയുള്ള ആളുകൾ മനസ്സിലാക്കാൻ പോകുന്നത്. തീർച്ചയായും പ്രവർത്തകരും നേതാക്കളും ആത്മവിശ്വാസത്തിലാണ്. PV അൻവർ പറയുന്ന അതേ കണക്ക് തന്നെയാണ് അവരും പങ്കുവെക്കുന്നത്. ഇന്ന് മുഴുവൻ വീടുകളും മറ്റും കയറി ഇറങ്ങി വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് TMC-യുടെ പ്രവർത്തകരും നേതാക്കളും.